ഇന്ന് നടന്ന ക്രാഫ്റ്റിംഗ് ആൻഡ് ഫ്രോസ്റ്റിംഗ് വർക്ക്ഷോപ്പിന്റെ കുറച്ച് വിശേഷങ്ങളായാലോ. ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് 10:30 തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. കറക്റ്റ് 10:30 തന്നെ തുടങ്ങാൻ പറ്റി. അതിനു മുമ്പ് പേരൻസ് എല്ലാം ഓൺ ടൈം എത്തി, വിച്ച് വാസ് എ ഗ്രേറ്റ് തിങ്. അല്ലെങ്കിൽ നല്ല ലാഗായി പോയേനെ. ഇവിടെ വന്ന പേരൻസ് അവരുടെ പിള്ളേരെ ഈ വർക്ക്ഷോപ്പിന് വിട്ടപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, എന്തുമാത്രമാണല്ലേ അവരുടെ പിള്ളേരെ ഇങ്ങനത്തെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് എ ഗുഡ് തിങ് ആക്ച്വലി. കാരണം ഐ വുഡ് സേ ഇനിയുള്ള കാലത്ത് നമുക്ക് എന്തുമാത്രം സ്കിൽസ് പഠിച്ചെടുക്കാൻ പറ്റുമോ അത്രയും സ്കിൽസ് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം തന്നെ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബീങ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ പേഴ്സൺ. അപ്പം ഇനി ഫ്യൂച്ചറിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായാലും അത് കൂടുതലായിരിക്കും. ആൻഡ് ഐ വാസ് റിയലി ഗ്രേറ്റ്ഫുൾ ദറ്റ് ഇത്രയും പേരൻസ് അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പിള്ളേരെ ഇവിടെ വിട്ട്. ഞാൻ ആദ്യമേ ഒന്ന് സംശയിച്ചായിരുന്നു പിള്ളേരെല്ലാം മാറി മാറി നിൽക്കുമോ, മറ്റു പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. തുടക്കം മുതൽ തന്നെ എല്ലാവരും നല്ല സോഷ്യലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇച്ചിരി സർപ്രൈസ്ഡും കൂടിയായിരുന്നു. കാരണം കുറേ ദൂരത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്. അടുത്തു നിന്നുള്ളവർ വരുന്ന പോലെ അല്ലല്ലോ, ദൂരെ നിന്ന് ആൾക്കാർ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ അവർ അതിനിടുന്ന എഫേർട്ട് നല്ല കൂടുതലാണ്. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് ഓൾസോ. പിന്നെ ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് വാസ് നോട്ട് ജസ്റ്റ് എ ക്രാഫ്റ്റിംഗ് ഓർ ഫ്രോസ്റ്റിംഗ് വർക്ക്ഷോപ്പ്. ഐ വാണ്ടഡ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ കിഡ്സ് എൻജോയിങ് ദ അറ്റ്മോസ്ഫിയർ, ദ ആംബിയൻസ്. ആൻഡ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പെറ്റ്സുമായിട്ടൊക്കെ നല്ല ഒരു ടൈം സ്പെൻഡ് ചെയ്യണം. അതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഗോൾ വെൻ ഐ വാസ് പ്ലാനിങ് ടു കണ്ടക്ട് ദിസ് വർക്ക്. എന്തായാലും വന്ന പിള്ളേരെല്ലാം ഇതിൽ ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെയായിരുന്നു ഫ്രം ദ ബിഗിനിങ് നിന്ന്. ഇടയ്ക്ക് ഞാൻ ഓർത്തു പെറ്റ്സിനെയൊക്കെ കണ്ടിങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നു, പക്ഷെ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പിള്ളേർക്ക് ആർക്കും തന്നെ. ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു കുഞ്ഞ് ഗെയിം നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ. സോ ദാറ്റ് പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് പരിചയപ്പെട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറാൻ വേണ്ടിയിട്ട് ഒരു സെഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ പിള്ളേർ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, എനിക്കറിയാമായിരുന്നു ഈ പിള്ളേരെല്ലാം അടിപൊളിയായിരിക്കും, എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ലായിരുന്നു. അത് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് അങ്ങനെ തന്നെയാണ്. ഇതിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, കൂടുതൽ പിള്ളേരും പെറ്റ്സിൻ്റെ കൂടെ കളിക്കാനായിരുന്നു കുറച്ചുകൂടെ എന്തൂസിയാസം കാണിച്ചിരുന്നത്. ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ഓടി വരും, എനിക്ക് പെറ്റിൻ്റെ കൂടെ പോയി കളിക്കണം, എനിക്ക് ഡോഗിൻ്റെ കൂടെ പോയി കളിക്കണം എന്ന് പറഞ്ഞാൽ ഓടുമായിരുന്നു. കൂടുതൽ പിള്ളേരും അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന്. ഞാൻ ഈ കൂടുതൽ വോയിസ് ഓവർ തന്ന് ഈ പരിപാടി അലമ്പാക്കുന്നില്ല. ബാക്കി അതിൻ്റെ ലൈവായിട്ടുള്ള എക്സ്പീരിയൻസ് മൊത്തത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ നറേഷൻ അങ്ങോട്ട് നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകും. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ആദ്യമേ ഒരു ക്രാഫ്റ്റിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ക്രിസ്മസ് തീംഡ് പൈപ്പ് ക്ലീനേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റിംഗ് ഐറ്റംസ് ആണ് ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ എൽഡർ കിഡ്സിനെ ഒരു സെക്ഷനിലാക്കി, പിന്നെ യങ്ങർ കിഡ്സിനെ വേറൊരു സെക്ഷനിലോട്ട് മാറ്റി 2 ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് ചെയ്തത്. കാരണം അവരുടെ ഏജിൻ്റെതായ ഒരു കോംപ്ലെക്സ് രീതിയിലല്ലേ നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഗ്രൂപ്പായിട്ടാണ് ബാക്കി പരിപാടികൾ മൊത്തം ചെയ്യുന്നത്. ഞാൻ ഇനീഷ്യലി പ്ലാൻ ചെയ്തത് ആദ്യം ഒരു സെഷൻ നടത്തണം, പിന്നെ ഒരു ബ്രേക്ക്, അതിനുശേഷം നമ്മുടെ കപ്പ് കേക്ക് ഫ്രോസ്റ്റിംഗ് സെഷൻ നടത്തണം, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ പിള്ളേരൊക്കെ കൂടുതലും കുഞ്ഞായതുകൊണ്ട് ഇതിൻ്റെ ബ്രേക്കും സെഷനും എല്ലാം ഒരുമിച്ചായിരുന്നു. ഇടയ്ക്ക് ഇത് ചെയ്യും, ഇടയ്ക്ക് അവർ അങ്ങോട്ട് ഓടിപ്പോകും, വിച്ച് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ് ദോ. ഈ നറേഷൻ നിർത്താമെന്ന് ഞാൻ 1 മിനിറ്റ് മുമ്പ് എങ്ങാണ്ട് പറഞ്ഞാന്ന് തോന്നുന്നു. എനിവേസ്, അപ്പം നമ്മുടെ ക്രാഫ്റ്റിംഗ് സെഷന് ശേഷം നമ്മളൊരു കപ്പ് കേക്ക് ഫ്രോസ്റ്റിംഗ് സെഷനും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വീഡിയോ കാണുമ്പം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അതിനകത്ത് കാണാൻ പറ്റും. കപ്പ് കേക്ക് ഫ്രോസ്റ്റിംഗ് സെഷൻ മൊത്തം ഹാൻഡിൽ ചെയ്തത് എൻ്റെ ഫ്രണ്ട് അൽമയാണ്. ഷീ ഈസ് എൻ അമേസിംഗ് ബേക്കർ ഹൂ ഈസ് നോൺ ബൈ ദ നെയിം അലീസ് ഡെലീഷ്യ. കോട്ടയത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അലീസ് ഡെലീഷ്യ അറിയായിരിക്കും, കാരണം ഷീ മേക്സ് സം അമേസിംഗ് കേക്ക്സ് ആൻഡ് കപ്പ് കേക്ക്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിംഗ് സെഷന് ശേഷം നമുക്ക് കപ്പ് കേക്ക് ഫ്രോസ്റ്റിംഗ് സെഷനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ നറേഷൻ അങ്ങോട്ട് നിർത്തുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ലൈവായിട്ട് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. ഏകദേശം അതല്ല, ആദ്യത്തേത് മാറ്റി വെച്ചു, അത് അവസാനത്തൊന്ന് ഒട്ടിച്ചാൽ മതി. അത് ചേച്ചി അകത്തോട് ഒട്ടിപ്പിക്കാം. ദിനേശ്, ഗുഡ് ജോബ്. അതുപോലെ വരുന്നു.
ഇതിനകത്ത് ടോയ്ലറ്റില്ലേ ഇസുവിന്റെ സാധനങ്ങളിട്ട് ഇതിനകത്തിട്ട് സാധനങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇതൊന്ന് അസിസ്റ്റ് ചെയ്തോണേ. ടേക്ക് സ്പോഞ്ച് താഴെ മാത്രം ഇങ്ങനെ പെയിന്റ് ചെയ്യണം. അത് കയ്യെ പറ്റരുത്, സൂക്ഷിച്ച് വേണേ. എല്ലാവർക്കും സ്പോഞ്ച് ഇല്ലേ? കളർ ഇവിടെ അല്ല കുറച്ചുകൂടെ അതിനകത്ത് പ്രസ് ചെയ്ത് വെച്ചോ. ഇതല്ല പിന്നെ